അപ്പം ഇന്ന് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാൻ പോവാണ്. പിന്നെ വിളക്ക് വെക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പം പിന്നെ വിളക്കൊക്കെ വെച്ച് കഴിഞ്ഞു. അപ്പം ഇപ്രാവശ്യം മാങ്ങയൊന്നും കിട്ടിയിട്ട് അങ്ങനെ ഉണ്ടാക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പം എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഒരു കുപ്പി മോര് വാങ്ങിയിട്ടുണ്ട്. പിന്നെ തേങ്ങ ചിരകി എടുക്കാം. അപ്പോൾ ഒരു മുറി മൊത്തം ചിരകി വെച്ചിട്ടുണ്ട്. പിന്നെ മെയിൻ ഐറ്റമായിട്ട് വേണ്ടത് നമുക്ക് മാങ്ങയാണ്. അപ്പോൾ ഇവിടുത്തെ ഈ മാങ്ങയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ തൊലി പൊളിച്ചെടുക്കാം. മാങ്ങയുടെ നന്നായി തൊലിയൊക്കെ കളഞ്ഞ് വെച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് ചെറിയ ചെറിയ കഷ്ണങ്ങൾ ചിലതാക്കും. വലിയ മാങ്ങയായതുകൊണ്ട് കുക്കറിൽ വേവിക്കാൻ വേണ്ടിയിട്ട് വയ്ക്കുക. അപ്പോൾ അതിൽ വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി മുളക് പൊടി ഇട്ടു. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ഈ മാങ്ങയും കൂടി ഇട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. നിങ്ങൾക്ക് ഈ കറി ഇഷ്ടമാണെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യണേ. പിന്നെ അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബും കൂടി ചെയ്യുക. ബെൽ ബട്ടനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതേ നമ്മൾ കുക്കറിൽ അടച്ച് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പം ഇനി ഇതാവുമ്പോഴേക്കും നമുക്ക് ഇനി അരപ്പ് റെഡിയാക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ നാളികേരം ചെരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് ഇനി കുറച്ച് പച്ചമുളക്, കുരുമുളക്, പിന്നെ വെളുത്തുള്ളി, പിന്നെ കുറച്ച് ജീരകവും കൂടിയും എടുത്ത് വെച്ചിട്ട് ഇനി അത് നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുക്കാം. അപ്പോൾ ഇത് അരച്ച് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അപ്പോഴത്തേനും നമ്മൾ മാങ്ങയും റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അതേ മാങ്ങ ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് പോവാം. വെളിച്ചെണ്ണ ചൂടാക്കാൻ വെച്ചു. അതിലേക്ക് ഉലുവ ഇട്ടു. ഇനി കടുക് ഇടണം. പിന്നെ ഓരോരുത്തരും ഓരോ സ്റ്റൈലിലായിരിക്കും വെക്കുക. അപ്പോൾ ഇവിടെ ഇങ്ങനെയാണ് വെക്കാറ്. ഞാൻ ചിലരൊക്കെ കണ്ടിട്ടുണ്ട് വേറെ രീതിയിൽ വെക്കുന്നത്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ വെക്കണം എന്നുള്ളത്. അതേ കടുക് ഇട്ട് കഴിഞ്ഞു. അപ്പോൾ ഇതിന് പൊട്ടിയൊന്ന് വരുമ്പോഴത്തേനും നമുക്ക് എന്ത് ചെയ്യാം, വറ്റൽ മുളകും കൂടി ഇടാം. എനിക്ക് അനിയനും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ മാമ്പഴ പുളിശ്ശേരി എന്ന് പറയുന്നത്. മാങ്ങയുടെ സീസണായാൽ ഭയങ്കര ആഗ്രഹിച്ചിരിക്കുന്ന ഒരു കറി ഇതായിരുന്നു പണ്ടൊക്കെ. അങ്ങനെ വറ്റൽ മുളക് ഇട്ട് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് ഇനി വേപ്പില കൂടി ഇടണം. അപ്പോൾ വേപ്പില ഇടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. ഭയങ്കര തെറിക്കലായിരുന്നു. അപ്പോൾ ഞാൻ മാറി നിൽക്കുമായിരുന്നു, എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അനിയനാണെങ്കിൽ മുഴുവൻ ചോറുണ്ടോളും ഇത് ഈ കറി ഉണ്ടെങ്കിൽ തന്നെ. അപ്പോൾ ഇത് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക നമ്മൾ ചപ്പിക്കുടിയും മാങ്ങ വെച്ചിട്ടുണ്ടാക്കുമ്പോഴാണ്. അപ്പോൾ ഇവിടെ ചപ്പിക്കുടിയും മാങ്ങയൊന്നും ഉണ്ടായിരുന്നില്ല, ഈ മാങ്ങയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കിയെന്നുള്ളൂ. അപ്പോൾ ഇത് സെറ്റായി വരുമ്പോഴേക്കും നമുക്ക് എന്ത് ചെയ്യാം, അരച്ച് വെച്ചിരിക്കുന്ന അരപ്പിലേക്ക് നമുക്ക് മോര് കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ മോര് മൊത്തം എടുത്തു. അത് കഴിഞ്ഞിട്ട് ഇത് എന്ത് ചെയ്യുക, ഇത് നേരെ ചീനച്ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, ഇത്തിരി കൂടി ഒന്ന് ചൂടാവുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന മാങ്ങയും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ മാമ്പഴ പുളിശ്ശേരി ഇവിടെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇനി കുറച്ച് വെള്ളം കൂടി വറ്റി ഒന്ന് കുറുകി വന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ കറി റെഡിയായി കഴിഞ്ഞു. അപ്പം എന്നാൽ ഇളക്കിയും കൂടി ഒന്ന് കൊടുക്കുക. അപ്പോൾ പിന്നെ നമ്മൾ ഇടയിലൊരു ശർക്കരയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, ഇത്തിരി മധുരത്തിനായിട്ട്. പിന്നെ നമ്മൾ ഉപ്പും ചേർത്ത് ആവശ്യത്തിനനുസരിച്ച്. മധുരമാണല്ലോ ഇതിൽ മുന്നിട്ട് നിൽക്കുന്നത്. അപ്പോൾ അത് നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്, സാധനം റെഡി ആയി തുടങ്ങി. അപ്പം ഇനി നമുക്ക് ഇത്തിരി കഴിഞ്ഞ് ഓഫ് ചെയ്ത് ചെയ്യാം. നല്ല സ്മെല്ലടിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്തിരി കഴിഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ചോറ് കൊടുത്തു, ഒരു മാങ്ങയും തന്നു. അപ്പോൾ അതേ നമുക്കങ്ങനെ കഴിക്കാം. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നണം. അപ്പം ഞാൻ വേഗം കഴിക്കാനിരുന്നു.
അപ്പോൾ ആദ്യത്തെ വായ കഴിച്ചപ്പോൾ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതേ കുറച്ചും കൂടി കറി വേണമെന്ന് ചോദിച്ചിട്ട് ഇരിക്കുക. അപ്പോൾ വേണ്ടാന്ന് ഞാൻ പറഞ്ഞു. കാരണം എന്താണെന്ന് വെച്ചാൽ മാങ്ങയും കൂടി പിഴിയുമ്പോൾ നല്ലോണം ചാറ് ഉണ്ടാവും, പിന്നെ വേറെ ചാറും കൂടി എടുക്കണ്ടല്ലോ വെറുതെ. അപ്പോൾ സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല ടേസ്റ്റ് ഉണ്ട്, സൂപ്പർ. ഞാൻ മാങ്ങ ലാസ്റ്റിലേക്ക് വേണ്ടിയിട്ട് എടുത്ത് വെച്ചിരിക്കുക കേട്ടോ. അപ്പോൾ കുറച്ച് ചോറ് ബാക്കി വരുമ്പോൾ ലാസ്റ്റ് മാങ്ങ അങ്ങോട്ട് പിഴിഞ്ഞിട്ട് നമുക്ക് നന്നായിട്ട് ഇരുന്ന് കഴിക്കാമല്ലോ. അപ്പം ഞാൻ ചില സാധനങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ വെറൈറ്റി ആയിട്ടൊക്കെ ഉണ്ടാക്കാറ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ യൂട്യൂബിൽ നോക്കും, എന്നിട്ട് എങ്ങനത്തെയൊക്കെയാണ് വെക്കുക, അല്ലെങ്കിൽ വേറെ മോഡൽ ഏതൊക്കെയാണെന്ന് നോക്കിയിട്ട് അങ്ങനെ പുതിയ വെറൈറ്റി സാധനങ്ങളാണ് ഞാൻ കൂടുതൽ വെക്കാറ്. അപ്പോൾ അതേ ഞാൻ മാങ്ങ എടുത്ത് നന്നായി പിഴിയാണ്, കുറേ ചാറുണ്ടപ്പോൾ. ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇതൊക്കെയായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് മറ്റു വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റ, ബൈ ബൈ.